അടുത്തൊരു ചോദ്യം ഡോക്ടർ നവ്യയോടാണ്. ഇപ്പോൾ കിട്ടിയൊരു ചോദ്യം. കോവിഡ് വാക്സിൻ്റെ അനന്തരഫലമായിട്ടാണ് ഇപ്പോൾ യുവജനങ്ങളിലെ ഹൃദയാഘാത നിരക്ക് വർദ്ധിച്ചു വരുന്നതെന്ന വ്യാപകമായ പ്രചരണം എത്രമാത്രം വസ്തുതയുണ്ട്? ബൂസ്റ്റർ ഡോസായിരുന്നു വലിയ വില്ലൻ എന്നും ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട്. അഭിപ്രായം? ഇത് വളരെ പ്രബലമായിട്ടുള്ള ഒരു പ്രചരണമാണ്. കോവിഡ് വാക്സിൻ മൂലമാണ് ഹൃദയാഘാതം കൂടുന്നതെന്നത്. നമുക്കിതിനെ സംബന്ധിച്ച് ഈ അടുത്ത് വന്ന 2 പഠനങ്ങൾ, നമ്മൾ ദേശീയ തലത്തിൽ വന്ന വലിയ 2 പഠനങ്ങൾ, നമ്മൾ പഠനത്തിന് അടിസ്ഥാനമാക്കിയാണ് സംസാരിക്കേണ്ടതെന്നുള്ളതുകൊണ്ട്. അപ്പോൾ ICMRൻ്റെ പഠനമായിരുന്നു 47 കേന്ദ്രങ്ങളിൽ. അപ്പോൾ യങ് ഡെത്ത് 730ഓളം യങ് ഡെത്തുകൾ താരതമ്യ പഠനം ചെയ്യുമ്പോൾ ഇതിൽ വാക്സിൻ എടുത്തവർക്കാണ് മരണനിരക്ക് കുറവ് എന്ന് മാത്രമല്ല, ഇത് വാക്സിനുമായി നേരിട്ട് ബന്ധമില്ലാത്തതാണ് ഈ മരണങ്ങൾ. പലർക്കും അണ്ടർലൈങ് ആയിട്ടുള്ള ജനിതകമായ രോഗങ്ങൾ അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഓഫ് ഹാർട്ട് ഡിസീസുകളുള്ള ആളുകളിലാണ് പെട്ടെന്നുള്ള മരണങ്ങൾ സംഭവിച്ചിട്ടുള്ളതെന്നുള്ള പഠനം വന്നു കഴിഞ്ഞു. മറ്റൊരു പ്രോസ്പെക്റ്റീവ് സ്റ്റഡി അതുപോലെ ICMRൻ്റെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. യങ് ഡെത്ത് 18 മുതൽ 45 വയസ്സ് വരെയുള്ള ആളുകളിൽ ഉണ്ടാകുന്ന യങ് ഡെത്തുകൾ 24 മണിക്കൂർ മുമ്പ് വരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ മരണപ്പെടുന്നതിൻ്റെ പഠനങ്ങൾ. അതിൻ്റെ ആദ്യഘട്ട വിവരങ്ങളിലും ഹാർട്ട് ഡിസീസായിട്ട് മുൻപ് എത്രയാണോ ഈ കാരണങ്ങൾ കൊണ്ട് മരണം ഉണ്ടായിരുന്നത് കോവിഡിന് മുൻപത്തെ കാലഘട്ടം, അത്ര തന്നെ ഈ സമയത്തും നിരക്കുകളുള്ളൂ എന്നാണ് പഠനങ്ങൾ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കുമ്പോൾ, അതാണ് വസ്തുതകൾ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു കൂടിയ നിരക്ക് കാണാനില്ല. അതപ്പോൾ UK ഇതുപോലെ ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഏജ് ഡെത്തുകൾ കമ്പയർ ചെയ്തിട്ടുള്ള 30 വയസ്സിന് താഴെയുള്ള ആളുകളുടെ മരണം മുൻപ് എന്തായിരുന്നോ പ്രീ കോവിഡ് ഇറയിൽ അതിന് യാതൊരു മാറ്റവും ഈ കോവിഡിന് ശേഷമുള്ള കാലഘട്ടത്തിൽ, കോവിഡ് കാലങ്ങളിൽ മരണം കൂടുതലുണ്ടായിരുന്നു, പക്ഷേ അതിനുശേഷമുള്ള കാലഘട്ടത്തിൽ മരണനിരക്കിൽ കാര്യമായ യാതൊരു മാറ്റവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്നാൽ 30 മുതൽ 54 വയസ്സുള്ള 55 വയസ്സുള്ള മരണനിരക്ക് 2012 മുതൽ തന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. UK പഠനങ്ങൾ അവരുടെ ഈ പ്രായത്തിലുള്ള ആളുകളുടെ മരണനിരക്ക് 2012 മുതലേ കൂടി വരുന്നത് കാണുന്നൊരു ട്രെൻഡ് ഉണ്ട്. പക്ഷെ കോവിഡിൻ്റെ ഈ ഒരു 2 വർഷത്തിൽ അത് ക്രമാതീതമായി കൂടുന്നതും കാണാം. പക്ഷെ അതിനുശേഷം എക്സ്പെക്റ്റ് ചെയ്യുന്ന റേറ്റിൽ മാത്രമേ അതിലെ മാറ്റങ്ങൾ വന്നിട്ടുള്ളൂ. അതല്ലാതെ ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന പ്രചരണത്തിന് ഒരു വസ്തുനിഷ്ഠമായിട്ടുള്ള ആരോപണത്തിന് വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു ബാക്കിംഗ് ഇല്ല എന്നുള്ളതാണ്. അതുപോലെ ഫ്രാൻസിൽ നടന്ന പഠനങ്ങളിലാണെങ്കിലും അതിലും കോവിഡ് വാക്സിൻ എടുത്തവരിലാണ് മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ 4 വർഷത്തെ പഠനമാണ് മരണനിരക്ക് കുറഞ്ഞതായി കാണുന്നത്. അപ്പോൾ അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് ഇതിൽ കാണാനുള്ള. സാറിന് അടിയനുണ്ടാവും. ഇങ്ങനത്തെ ഡിസ്കഷൻ നമുക്ക് അവസാനം സമയമുണ്ടെങ്കിൽ ചെയ്യാം. അല്ല, ഞാൻ പറയുന്നത് നമുക്കിതിൽ ഒരു ഇൻഡിവിജ്വൽ കേസ് എന്തുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ICMR പഠനം പറഞ്ഞ ഇന്ത്യയിലെ 47 സെൻറ്ററുകളിൽ 727 നിങ്ങൾ പറഞ്ഞ പോലെയുള്ള മരണങ്ങൾ സെലക്ട് ചെയ്തു. അതിനൊരു 4 കൺട്രോൾ എടുത്തു. കൺട്രോൾ എന്ന് പറഞ്ഞാൽ അതേ പ്രായത്തിലുള്ള അതേ ജീവിത സാഹചര്യത്തിൽ ഇരിക്കുന്ന വേറെ 4 ആൾക്കാരെയും കൂടി താരതമ്യം ചെയ്തു. മരിക്കാത്തവർ. അപ്പോൾ 4 കൺട്രോൾ, 1 മരണം, മരിച്ച ആൾ. 727 മരിച്ച ഇൻറ്റു 4 മറ്റേത്. ആ പഠനം നടത്തിയപ്പോഴാണ്, അത് അപ്പോൾ എത്ര വലിയൊരു നമ്പറായില്ലേ, ആ പഠനം നടത്തിയപ്പോഴാണ് ഈ കോവിഡ് വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട് സത്യം പറഞ്ഞാൽ 2 വാക്സിൻ കൂടി എടുത്ത ആളുകൾക്ക് മരണം കുറവാണ്. 1. 2, സിവിയറായിട്ട് കോവിഡ് ബാധിച്ചവർക്ക് മരണം കുറച്ച് കൂടുതലാണ്. കോവിഡ് ബാധിച്ചവർക്ക് ICUലൊക്കെ കിടക്കേണ്ടി വന്ന, വെന്റിലേറ്റർ കിടന്നു വന്നവർക്ക് ആ സഡനായിട്ടുള്ള ഡെത്തിൻ്റെ ചാൻസ് കുറച്ച് കൂടുതലാണ്. സ്മോക്കേഴ്സ് ചാൻസ് കൂടുതലാണ്. മദ്യപാനികൾക്ക് ചാൻസ് കൂടുതലാണ്. സഡൻ ഡെത്തിൻ്റെ പാരമ്പര്യമുള്ള കുടുംബങ്ങളിൽ ഇങ്ങനെ 24 മണിക്കൂറിനുള്ളിൽ ഒരു കുഴപ്പമില്ലാത്ത ഒരാൾ 24 ഹവേഴ്സിനുള്ളിൽ പെട്ടെന്ന് മരിച്ച ചരിത്രമുള്ള അടുത്ത ബന്ധുക്കൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുള്ള ആളുകളിൽ അവരിലും കൂടുതലാണ്. അപ്പോൾ ഇത് മൊത്തം ഇന്ത്യയിൽ വന്ന സ്റ്റഡിയാണ്. നിങ്ങൾ അവിടെ എന്താ പറയുക, കളമശ്ശേരിയിൽ ഇന്ന വീട്ടിൽ വന്ന ഒരാൾ മരിച്ചത് അതാണോ അല്ലേ എന്നുള്ളതിൽ അർത്ഥമില്ല. നമ്മൾ സ്റ്റഡി എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, എല്ലാ കേസും നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഇങ്ങനെ വെച്ചാൽ അങ്ങനെയാണ് സയൻസ്, അങ്ങനെയാണ് ഒരു അഭിപ്രായം രൂപീകരിക്കുന്നത്. അതാണ് പറഞ്ഞത്. അതുപോലെ തന്നെ യൂറോപ്പിൽ ഇതുപോലെ കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ടാണ് 77 കോടി വാക്സിൻ എടുത്ത ആളുകളിൽ 77 കോടി എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ വാക്സിൻ എടുത്തവരാണ്. അവരിലെ ഒരു 4 വർഷത്തെ പഠനം, അവർക്ക് കോവിഡ് വാക്സിൻ കൊണ്ട് കൂടുതൽ ഡെത്ത് ഉണ്ടാവുന്നോ എന്നുള്ളതിലായിരുന്നു. അതിലും വാക്സിൻ എടുക്കാത്തവർ വളരെ കുറച്ച് അപ്പുറത്തുമുണ്ട്. എടുക്കാത്തവരായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ മരണം കുറവാണെന്നുള്ള തന്നെയാണ് അതിന് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് കോവിഡ് വാക്സിൻ ഒരിക്കലും ഒരു അധിക മരണം ഉണ്ടാക്കിയിട്ടേ ഇല്ല. പിന്നെ ആകെ ഒരു ഡിബേറ്റിംഗ് പോയിന്റ്, കോവിഡ് സിവിയറായിട്ട് വന്ന ഈ കാലഘട്ടങ്ങളിൽ ഈ ചില മരണങ്ങൾ, അതായത് പ്രായം കുറഞ്ഞ 25 മുതൽ 50 വയസ്സുള്ള ഇടയിലുള്ള ആളുകളുടെ മരണം കുറച്ച് കൂടിയിട്ടുണ്ടെന്ന് ചില പഠനങ്ങൾ കാണിക്കുന്നുണ്ട്, ചില പഠനങ്ങൾ കാണിക്കുന്നില്ല. അത് വാക്സിനായിട്ട് ബന്ധപ്പെട്ടല്ല, കോവിഡായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ സിവിയർ കോവിഡ് വന്നവരിൽ പിന്നെ പെട്ടെന്ന് കോവിഡൊക്കെ വന്ന് മാറിയതിന് ശേഷം 1-2 വർഷം കഴിഞ്ഞ് സഡൻ ഡെത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ശരിയാണ്, അത് ചില പഠനങ്ങൾക്ക് അത് കാണിക്കുന്നുണ്ട്.
അത്രയും ഇപ്പോഴത്തെ സയൻസ് വെച്ച് നമുക്ക് ഒരു കൺക്ലൂഷൻ വയ്ക്കാൻ പറ്റുള്ളൂ. കോവിഡ് വാക്സിൻ ഒരു പ്രശ്നക്കാരനെ ആയിരുന്നില്ല എന്നുള്ളത് ഇന്ന് സയൻസ് ലോകത്തിന് ഉറപ്പാണ്. അതിനനുബന്ധമായിട്ട് ഉള്ളൊരു ചോദ്യമാണ്. കോവിഡ് വ്യാപിച്ചിരുന്ന സമയത്ത് എല്ലാവരും അതിനെതിരെ വാക്സിനേഷൻ ചെയ്യണമെന്ന് നിഷ്കർഷിച്ചിരുന്നു. പക്ഷേ 69 വയസ്സുള്ള ഞാൻ വാക്സിനേഷൻ എടുത്തില്ല. എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ദിവസേന 8 കിലോമീറ്റർ ഓടാറുണ്ട്. എന്നാൽ 30 വയസ്സുള്ള എൻ്റെ മകൾ 4 വാക്സിൻ എടുത്തു. അതിനുശേഷം അവൾക്ക് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നു. ഇതിൽ ഏത് നിലപാടാണ് ശരി? എനിക്ക് തോന്നുന്നു ഈ ചോദ്യം നമ്മൾ ഓൾറെഡി കിട്ടിയ ഉത്തരവാന്ന് തോന്നുന്നു. എന്തെങ്കിലും സപ്ലിമെൻ്റ് ചെയ്യാനുണ്ടെങ്കിൽ സപ്ലിമെൻ്റ് ചെയ്യാം. കോവിഡ് വാക്സിൻ എടുത്തു എന്ന് പറയുന്ന നിലപാടാണ് ശരി. വാക്സിൻ എടുക്കാതെ കുറച്ച് പേര് ജീവിച്ചിരിപ്പുണ്ട്. കാര്യം ഇന്ത്യയിൽ കോവിഡ് വന്നത് എത്ര പേർക്ക് വന്നത്? ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുണ്ട്. അതിൽ 140 കോടി ജനങ്ങൾക്കും കോവിഡ് വന്നില്ലല്ലോ. കോവിഡ് തന്നെ വന്നത് കുറച്ച് പേർക്കില്ല. ആ മൊത്തത്തിൽ ജനസംഖ്യ നോക്കുമ്പം ഇന്ത്യയിൽ 10% പേർക്കൊക്കെ അല്ലെങ്കിൽ 20% പേർക്ക് വന്നു കാണുകയുള്ളൂ. അപ്പം വരാത്തവരാണ് കൂടുതൽ, കോവിഡ് വരാത്തവരാണ് കൂടുതൽ. നമുക്കറിയുന്ന രീതിയിൽ കോവിഡ് ടെസ്റ്റ് ചെയ്ത് കോവിഡ് പോസിറ്റിവിറ്റി ഉള്ളവരെക്കാളും കൂടുതൽ ടെസ്റ്റ് ചെയ്യാതെയും കോവിഡ് നെഗറ്റീവായിട്ടുള്ളവർ ഉണ്ടാവും. അപ്പോൾ അവർ സർവൈവ് ചെയ്ത് കാണും. സർവൈവ് ചെയ്തു എന്നുള്ളത് കോവിഡ് സർവൈവ് ചെയ്യും. കോവിഡിൻ്റെ ഡെത്ത് റേറ്റ് 1% ഉള്ളൂ. കോവിഡ് ബാധിച്ച ആൾക്കാർക്ക് പോലും മരണ നിരക്ക് 1 to 2% ഒക്കെ ഉള്ളൂ. 2% ഒക്കെ ആദ്യം വിചാരിച്ചിരുന്നത്. അതിപ്പോൾ കുറവാണെന്നാണ് പറയുന്നത്. നിയർലി 1%, അറൗണ്ട് 1% ഒക്കെ അതിന് ഡെത്ത് റേറ്റ് ഉള്ളൂ. അങ്ങനത്തെ ഒരു രോഗമാണ്. അത് പടരുന്നു എന്നുള്ളതുകൊണ്ടും ഒരുപാടൊക്കെ ന്യൂമോണിയ ഉണ്ടാകുന്നുള്ളതുകൊണ്ടും അതിൻ്റെ മോർബിഡിറ്റി കൂടുതലായതുകൊണ്ടാണ് നമ്മളത് പെട്ടെന്ന് പരുന്നത്. അതൊക്കെയാണ് നമ്മുടെ പ്രശ്നമായിട്ടിരുന്നത്. അതുകൊണ്ട് ഒരാളിന് കോവിഡ് വന്നു അല്ലെങ്കിൽ വാക്സിൻ എടുത്ത് വന്നില്ല എന്ന് പറയുന്നത് വാക്സിൻ്റെ ഫലപ്രാപ്തിയുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പോൾ നമ്മൾ റോഡിൽ കൂടെ നടന്നു എന്നെ നായ കടിച്ചില്ല എന്ന് പറയുന്ന മാതിരിയേ ഉള്ളൂ. ഇവിടെ സ്ട്രീറ്റ് ഡോഗ് ഉണ്ട്, പക്ഷേ എന്നെ കടിച്ചില്ലല്ലോ എന്ന് പറയുമ്പം ആരെയും കടിക്കുന്നില്ല എന്നൊരു അർത്ഥമാകുന്നില്ല. ഞാൻ വണ്ടി ഓടിച്ചിട്ട് എനിക്ക് വണ്ടി ആക്സിഡൻറ്റ് വന്നില്ലല്ലോ എന്നൊക്കെ പറയുന്ന മാതിരിയാണ്. ഇപ്പം നമ്മൾ കേരളത്തിൽ രാവിലത്തെ മോട്ടോർ സൈക്കിൾ ആക്സിഡൻ്റ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് രാവിലെ ചപ്പാത്തിയും മുട്ടപ്പഫും കഴിച്ചവർക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് അർത്ഥമില്ലല്ലോ. ആ രീതിയിലേക്ക് അത് പോകും എന്നുള്ളതാണ്. അങ്ങനെയല്ല. വാക്സിൻ എടുക്കുന്നവർക്ക് തന്നെയാണ് ആരോഗ്യപരമായിട്ട് ജീവിക്കാനായിട്ട് പറ്റുന്നതെന്നാണ് ലോകമെമ്പാടുമുള്ള എല്ലാ കണക്കുകളും കാണിക്കുന്നത്. അത് ഒരുപാട് പഠനങ്ങൾ അക്കാര്യത്തിൽ വന്നിട്ടുണ്ട്.